വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. രാവിലെ എണീറ്റ് നേരെ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് നേരെ പോയത് കിച്ചണിലോട്ടാണ് കേട്ടോ. കിച്ചണിൽ പഴം കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് പഴം വാട്ടിയത് ഉണ്ടാക്കാമെന്ന്. 2 പഴവും കോഴിമുട്ട എടുത്തിട്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ പഴം വാട്ടിയത് ഉണ്ടാക്കുമ്പോൾ സാധാ പോലെ വാട്ടണതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ എഗ്ഗൊക്കെ ഇട്ട് വാട്ടുമ്പോഴാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണല്ലോ പഴം വാട്ടീന്. പിന്നെ ഒരു കട്ടൻ ചായയും കാച്ചി വേഗം ചായ കുടിക്കാൻ നിന്ന്. ഞാൻ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന് അടിച്ചുവാരലൊന്നും കഴിക്കാനും കഴിഞ്ഞിട്ടില്ല. ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നേരമായിക്കണ്. അപ്പോൾ പിന്നെ കോളേജിൽ പോകാൻ സമയമായി തുടങ്ങുകയും ചെയ്ത് അപ്പോൾ വേഗം മാറ്റിയിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിനാണ് പഠിക്കുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് GC ആയതുകൊണ്ട് തന്നെ ഞങ്ങളോട് ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും അതെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കോളേജിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് 2 നാരങ്ങ സോഡയും 2 ബോണ്ടയും കഴിച്ച് പിന്നെ നേരെ കോളേജിലേക്ക് നടന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ 1:30 ആയിട്ടുണ്ട്. 1:30ക്ക് കറക്റ്റ് ക്ലാസ് തുടങ്ങും. പിന്നെ ഞങ്ങൾ വേഗം GC ലാബിലേക്ക് കയറി. GC ലാബിൽ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ കുറേ പുതിയ മെഷീൻസ് കൊണ്ടുവച്ചതുകൊണ്ട് അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മാം പറഞ്ഞു ഈ മെഷീന് നല്ല ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ മെഷീനിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞെന്ന്. പിന്നെ ഓരോരുത്തരും ഓരോ മെഷീനിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു വർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തവരോട് ചെയ്യാനും അങ്ങനെയെല്ലാം ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ടൈം ആയപ്പം ഞങ്ങൾ ഇറങ്ങി 2 ചൂപ്പ ചുപ്സിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോയി. പിന്നെയുള്ള പീരീഡ് തിയറി ക്ലാസ് ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നത് ഞാൻ വീട്ടിലേക്കല്ല, മാമൻ്റെ വീട്ടിലേക്കാണ്. അവിടെ മാമൻ്റെ മോളുള്ളത് കൊണ്ട് തന്നെ ഒരു മഞ്ചെല്ലാം വാങ്ങിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഓൻ പിന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ മഞ്ചും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഓൻ്റെ പാട്ടിന് പോയി. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ചായയും കടികളൊക്കെ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പം വേഗം അതെല്ലാം കഴിക്കുകയാണ്. പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇവൻ്റെ തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തിരുന്നപ്പോഴാണ് മാമി പറയണേ നമുക്ക് ഇഫ ചിക്കൻ കഴിക്കാൻ പോയാലോ. ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം പോയിട്ട് നമ്മൾ വയൽ വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്നതാണ് അവിടുത്തെ തിരക്ക് കണ്ടിട്ട്. കാരണം അത്രയും വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. 1 hour വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്രയും നേരം ഇവനെയും കൊണ്ട് ഇങ്ങനെ കാത്തിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. പിന്നെ ഈ പ്രാവശ്യം പോകുമ്പോൾ ഓനെ ഇവിടെ നമ്മൾ ഉറക്കി കിടത്തിയിട്ടാണ് പോണത്. അല്ലെങ്കിൽ ഓനെ കൂട്ടിയിട്ട് ഒരു പരിപാടി നടക്കൂല. കാരണം അത്രയും പുറത്തിറങ്ങി നടക്കലും ഇറങ്ങി ഓടലും അങ്ങനെ ഓരോ കളിയാണ് ഓനക്ക്. ഞങ്ങളവിടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഇഫ ചിക്കൻ കിട്ടുന്ന സ്പോട്ട്. സ്ട്രീറ്റ് 27 എന്ന് പറയും, ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് എന്തോ ഒരു ഭാഗ്യത്തിന് ഈ പ്രാവശ്യം പോയപ്പോൾ ഒരു 15 മിനിറ്റിൽ സാധനം കിട്ടിയിട്ടുണ്ട്. സംഭവം നല്ലൊരു ടേസ്റ്റുള്ള സാധനം, നല്ലൊരു വെറൈറ്റി സാധനം, ഒരു നാടൻ ടേസ്റ്റും ഒരു അങ്ങനത്തെ ഒരു ഐറ്റം എനിക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ പിന്നെ വീട്ടിൽ ഉമ്മമ്മയും വല്യപ്പയും ഉള്ളതുകൊണ്ട് ഓർക്ക് പാർസലും മേടിച്ച്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം വന്ന് കിടന്നുറങ്ങി. അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല് കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.